ഹലോ വെൽക്കം ബാക്ക് ടു 3D ഫാമിലി. അപ്പോൾ എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ അല്ലേ? നമ്മളിവിടെ സേഫായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഫാമിലിയിലേക്ക് ഒരുപാട് പുതിയ മെമ്പേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു ഫാമിലിയിലേക്ക് വെൽക്കം. അപ്പോൾ നിങ്ങളുടെ കമൻസും ആ ഒരു സപ്പോർട്ടും ഒക്കെ കാണുമ്പം എനിക്ക് ഒരുപാട് സന്തോഷവും നന്ദിയുമാണ് നിങ്ങളോടുള്ളത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വീണ്ടും തുടരുക. പിന്നെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഈവനിങ് ടു നൈറ്റ് റുട്ടീനാണ്. കിച്ചൺ ക്ലീനിങ്ങും കുക്കിങ്ങും അതുപോലെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടുണ്ട്. ഒരു ബാഗിൻ്റെ റിവ്യൂ ചെയ്യാനായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വ്ളോഗിലേക്ക് പോകാം. ഇപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്ത ഒരു റെസിപ്പിയാണ് പൂരിയും അതുപോലെ തന്നെ മസാലയും. പൂരി മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ പൂരിയുടെ റെസിപ്പിയും കാണിക്കുന്നുണ്ട്. പൂരി മസാല, ഉരുളക്കിഴങ്ങ് മസാല ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും കാണിക്കുന്നുണ്ട്. അതിനായിട്ട് ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഒരു ഉരുളക്കിഴങ്ങ് വലുതും ഒരു ഉരുളക്കിഴങ്ങ് ചെറുതുമാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഉരുളക്കിഴങ്ങ് മീഡിയം സൈസിലുള്ളതാണെങ്കിൽ 2 എടുത്താൽ മതിയാകും. ആ ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ ഒന്ന് പീൽ ചെയ്ത് കളഞ്ഞിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു സവോളയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അതും ഒരു മീഡിയം സൈസിലുള്ള സവോള. അതിൻ്റെയും തൊലി കളഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് നമ്മൾ കുക്കറിലിട്ടാണ് വേവിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എങ്ങനെ കട്ട് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ കുക്കറിലിട്ട് വേവിക്കാൻ പാകത്തിനൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സവോളയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ഈ ഒരു സമയം തന്നെ ഉരുളക്കിഴങ്ങ് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ളത് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങ് ഒന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് കുക്കറിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഉപ്പും ഇട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടച്ചിട്ട് വിസിലും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഒരു 4-5 വിസിലെങ്കിലും വരണം. അപ്പോഴേ നന്നായിട്ട് ആ ഒരു പൊട്ടറ്റോ വെന്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ മസാല ഉണ്ടാക്കുന്ന സമയത്ത് നല്ലപോലെ ഉടച്ചാണ് എടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് വേവണം. അതിനായിട്ട് അത് അവിടെ ഇരുന്നൊന്ന് കുക്കായി വരട്ടെ. ഇനിയിപ്പോൾ നമുക്ക് ഈ സമയം കൊണ്ട് പൂരിക്ക് വേണ്ടിയിട്ട് മാവൊന്ന് കുഴച്ച് വയ്ക്കാം. അപ്പോൾ ഈ പൂരിയുടെ റെസിപ്പി ഞാൻ ഇതിന് മുന്നേ വ്ളോഗുകളിൽ കാണിച്ചിട്ടുള്ളതാണ്. എന്നാൽ പോലും ഇപ്പോഴും റിക്വസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് വീണ്ടും കാണിക്കുന്നത്. സാധാരണ ഞാനിങ്ങനെ അളന്നിട്ടൊന്നും അല്ല ഉണ്ടാക്കാറ്. ഇന്നിപ്പോൾ റെസിപ്പി കാണിക്കുന്നത് കൊണ്ട് ഇങ്ങനെ അളന്ന് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് 250 ml കപ്പിൽ 1.5 കപ്പ് ആശീർവാദിൻ്റെ ആട്ട കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അതിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആട്ട മാറും തോറും അതിൻ്റെ അളവിൽ കുഴയ്ക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വരും കേട്ടോ. ഞാൻ സാധാരണ മാവിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാറാണ് പതിവ്. പക്ഷേ ചിലരാണെങ്കിൽ റവയും പഞ്ചസാരയും എണ്ണയൊക്കെ ചേർത്ത് കുഴയ്ക്കുന്ന കാണാറുണ്ട്. ചിലർ പാല് വരെ ചേർക്കും. അപ്പോൾ അതൊന്നും ചേർക്കാറില്ല. ഞാൻ സാധാരണ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ തന്നെ കേട്ടോ കുഴയ്ക്കുന്നത്. അപ്പോൾ ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ മാവൊക്കെ കുഴയ്ക്കുമ്പോഴുണ്ടല്ലോ, നമ്മുടെ കയ്യിൽ മോതിരം ഉണ്ടെങ്കിൽ അത് ഇപ്പുറത്തെ കയ്യിലേക്ക് മാറ്റിയിടണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ കുഴയ്ക്കുമ്പം അതിൽ നിന്ന് മാവൊക്കെ ഈ മോതിരത്തിനകത്തേക്ക് കയറിയിരിക്കും. പിന്നെ അത് ക്ലീൻ ചെയ്യാനായിട്ടൊക്കെ നമുക്ക് ടൈം എടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അതൊന്ന് മാറ്റിയിട്ടിട്ട് കുഴയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഈ ഒരു കപ്പിന് ഞാൻ 1 കപ്പ് വെള്ളമായിരുന്നു എടുത്തിരുന്നത്. അത് കുറച്ച് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. എത്രത്തോളം ഞാൻ യൂസ് ചെയ്യുന്നുണ്ടെന്ന് ലാസ്റ്റ് പറയാം. അപ്പം ഞാൻ നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ശരിക്കും കുഴയ്ക്കുമ്പോൾ ഉണ്ടല്ലോ, ചപ്പാത്തിയുടെ അത്രയും സോഫ്റ്റായിട്ട് കുഴയ്ക്കരുത്. എന്നാൽ സോഫ്റ്റായിട്ട് കുഴയ്ക്കുകയും വേണം. ഒരുപാട് സോഫ്റ്റായി പോയി കഴിഞ്ഞാൽ നമ്മുടെ പൂരി പൊള്ളി വരത്തില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ അത് കുഴച്ചിട്ട് ഞാനൊരു 10-15 മിനിറ്റ് ഒന്ന് അടച്ച് മാറ്റി വെക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ ഒരു കപ്പിനെടുത്ത വെള്ളത്തിൽ നിന്ന് ഒരു 2.5 ടേബിൾ സ്പൂണോളം വെള്ളം മാത്രമേ മിച്ചം വന്നിട്ടുള്ളൂ. ബാക്കി മൊത്തം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ലൊരു ബ്രാൻഡഡ് ആയിട്ടുള്ള ബാഗ് പരിചയപ്പെടുത്താം. സൂക്ക് എന്ന ബ്രാൻഡിൽ നിന്നും അവർ എനിക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്ന ഒരു ബാഗാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് ലുക്ക് തരുന്ന ഒരു ബാഗാണ്. അപ്പോൾ ഈ ഒരു ബാഗ് ഞാൻ ഇതിന് മുന്നേ നോക്കി വെച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ, എപ്പോഴെങ്കിലും മേടിക്കണം എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അവരതെനിക്ക് സെൻഡ് ചെയ്ത് തന്നു. അതുകൊണ്ട് തന്നെ സൂക്കിനോട് ഒരുപാട് താങ്ക്സ് ആദ്യം തന്നെ അറിയിക്കുകയാണ്. ഞാൻ ഈ ഒരു ബാഗ് സെലക്ട് ചെയ്യാനായിട്ട് അവരുടെ വെബ്സൈറ്റിൽ കയറിയപ്പോൾ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ കൺഫ്യൂഷൻ ആയിപ്പോയി. എല്ലാം അടിപൊളി ബാഗുകളാണ്. ഈ ഒരു ബാഗ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ അറ്റാച്ചബിൾ ആയിട്ടുള്ളൊരു സ്ട്രാപ്പ് കൂടിയുണ്ട്. ഈ ഒരു സ്ട്രാപ്പ് നമുക്ക് അറ്റാച്ച് ചെയ്തിട്ട് വേണമെങ്കിലും ഹാങ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് വേണ്ടാന്ന് വെച്ചിട്ട് നോർമലായിട്ടും ബാഗ് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഈ ഒരു ബാഗ് സ്റ്റൈൽ ചെയ്തിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ ഒരുപാട് ന്യൂസ് പേപ്പേഴ്സ് അവർ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ എടുത്ത് മാറ്റുകയാണ്. ഈ ഒരു ബാഗ് കണ്ടപ്പോൾ തന്നെ എനിക്ക് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ സെലക്ട് ചെയ്തത്. പിന്നെ സൂക്ക് ബ്രാൻഡിൽ വന്നിട്ട് ഓഫീസ് ബാഗ്സ് ഉണ്ട്, ലാപ്ടോപ്പ് ബാഗ്സ്, ഹാൻഡ് ബാഗ്സ്, സ്ലിംഗ് ബാഗ്സ്, ടോട്ട് ബാഗ്സ്, വാലറ്റ്സ്, ബാഗ് പാക്സ്, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് ബാഗ്സ് അവൈലബിൾ ആണ്. സൂക്ക് എന്ന ബ്രാൻഡിനെ കുറിച്ച് പറഞ്ഞാൽ ഇന്ത്യൻ ബ്രാൻഡാണ്. ബാഗിൻ്റെ പ്രിൻസ് വന്നിട്ട് ജൂട്ട്, ഖാദി മെറ്റീരിയൽസ് ആണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ലെതർ വന്നിട്ട് 100% വീഗൻ ലെതറാണ്. അതുകൊണ്ട് തന്നെ ക്രുവൽറ്റി ഫ്രീ കൂടിയാണ്. പിന്നെ ബാഗ് കണ്ടിട്ട് നല്ല ക്വാളിറ്റി ബാഗായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങി, 1-2 വട്ടം യൂസ് ചെയ്തിട്ടുണ്ട്.
എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലെ പേപ്പറൊക്കെ റിമൂവ് ചെയ്തപ്പോൾ ഒരുപാട് പേർപ്പസ് ഉണ്ടായിരുന്നു. കാരണം ഇത്രയധികം സ്പേസ് ഉണ്ട്. കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും. ബാഗ് കണ്ടാൽ നമുക്ക് പുറമേ ചെറുതായിട്ട് തോന്നുമെങ്കിലും നല്ല സ്പേസ് ഉണ്ട്. പിന്നെ ഉള്ളിൽ വന്നിട്ട് 2 പോക്കറ്റ്സ് ഉണ്ട് കേട്ടോ. ഒരു സൈഡിൽ വന്നിട്ട് ഒരു സിബ്ബോട് കൂടി ഒരു പോക്കറ്റാണുള്ളത്. അത് അത്യാവശ്യം നല്ല ഡീപ്പായിട്ടുള്ള ഒരു പോക്കറ്റാണ് കേട്ടോ. നമുക്ക് കൈ ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, അത്യാവശ്യം ഡീപ്പായിട്ടുള്ള ഒരു പോക്കറ്റാണ്. അങ്ങനെ 2 സൈഡിലും ഓരോരോ പോക്കറ്റ്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സിബ്ബാണെങ്കിൽ നല്ല സ്മൂത്തായിട്ട് നമുക്ക് അടയ്ക്കാനും തുറക്കാനും പറ്റുന്നതാണ്. നല്ല ഭംഗിയുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബാഗാണ്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് വെച്ച് കാണിക്കാം. ഏകദേശം എത്രത്തോളം സ്പേസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഞാനൊരു പൗച്ച് വയ്ക്കുന്നുണ്ട്. എൻ്റെ അത്യാവശ്യം എൻ്റെയും പാത്തുവിൻ്റെയും ചീപ്പ് മേക്കപ്പ് സാധനങ്ങളൊക്കെ വയ്ക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ പാത്തുവിൻ്റെ ഒരു ഡ്രസ്സ് വയ്ക്കുന്നുണ്ട്. അത് എപ്പോഴും ഞാൻ ക്യാരി ചെയ്യുന്നതാണ്, ഒരു ജോഡി ഡ്രസ്സ്. പിന്നെ അവളുടെ തന്നെ ഒരു വാട്ടർ ബോട്ടിലാണ് വയ്ക്കുന്നത്. അപ്പോൾ എപ്പോഴും എൻ്റെ ബാഗിലുള്ള സാധനങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ വെച്ച് കാണിക്കുന്നത് കേട്ടോ. എത്രത്തോളം ഇതിനകത്ത് സ്പേസ് ഉണ്ടെന്ന് നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ പോപ്പിറ്റ് പോപ്പിറ്റും കൂടെ വെക്കാനും പറഞ്ഞിട്ട് അവളുടെ ഒരു വൈപ്സ് വെക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ചോക്ലേറ്റ്സ് ഒക്കെ കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് വൈപ്പ് ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ എൻ്റെ വാലറ്റ് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് വാലറ്റ് തന്നെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള വാലറ്റാണ് കേട്ടോ. അപ്പോൾ ആ ഒരു വാലറ്റൊക്കെ നന്നായിട്ട് ഒതുങ്ങിയിരിക്കുന്നുണ്ട്. പിന്നെ 2 മാസ്ക് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫോണും കൂടെ വെക്കുന്നുണ്ട്. അപ്പം ഇനിയും ഒരുപാട് സ്പേസ് ഇതിനകത്ത് ബാക്കിയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറേ കൂടെ സാധനങ്ങൾ ഇതിനകത്ത് വെക്കാനായിട്ട് പറ്റും. അത്രയധികം സ്പേസ് ഈ ഒരു ബാഗിനുണ്ട്. അപ്പോൾ സൂക്കിൻ്റെ ഈ അടിപൊളി ബാഗ് നിങ്ങൾക്ക് ആർക്കെങ്കിലും മേടിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവരുടെ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസും ഇൻസ്റ്റാഗ്രാം ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അവരുടെ പേജിൽ കയറിയാൽ ഒരുപാട് കളക്ഷൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ചെക്ക് ചെയ്ത് ഇഷ്ടപ്പെട്ട് വാങ്ങാനായിട്ട് ഇൻട്രസ്റ്റ് തോന്നുകയാണെങ്കിൽ എൻ്റെ ഒരു കൂപ്പൺ കോഡ് ഉണ്ട്, YT3DFamily15. അപ്പോൾ ഈ കൂപ്പൺ കോഡ് കൂടി അടിച്ചു കൊടുത്താൽ 15% ഡിസ്കൗണ്ട് കൂടെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ വേഗം തന്നെ ചെക്ക് ചെയ്തോളൂ കേട്ടോ. ഇനിയിപ്പം പൂരിക്ക് കുഴയ്ക്കാനായിട്ട് എടുത്ത ടിന്നുകളും അതുപോലെ തന്നെ ഉപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ അതാത് സ്ഥാനത്ത് തിരിച്ചു വെക്കുകയാണ്. അപ്പോൾ പൊട്ടറ്റോ ആണെങ്കിലും അവിടെ ഇരുന്ന് കുക്കായി വരുന്നതേ ഉള്ളൂ. പാത്തു കാർട്ടൂൺ കാണുമായിരുന്നു. പാത്തുവിന് കാർട്ടൂൺ വെച്ച് കൊടുത്തിട്ടാണ് ഞാൻ കിച്ചണിൽ ഓരോരോ ജോലികൾ ഈ ഒരു സമയത്ത് ചെയ്തു തീർക്കുന്നത്. എന്നാലും ഇടയ്ക്കിടയ്ക്കൊക്കെ അടുക്കളയിൽ വരും കേട്ടോ, അമ്മ ജോലി കഴിഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. ഇനിയിപ്പോൾ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്, നമ്മൾ എന്തെങ്കിലും കവറൊക്കെ പാക്കറ്റ് പൊട്ടിച്ചതിന് ശേഷം ബാക്കി വന്നത് നമ്മളിങ്ങനെ എടുത്ത് വെക്കാറില്ലേ. അപ്പോൾ അങ്ങനെ എടുത്ത് വെക്കുമ്പം അതൊന്ന് സീൽ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ക്ലിപ്പാണ് ഇത്. സൂപ്പർ മാർക്കറ്റുകളിലും ഓൺലൈനിലും ഒക്കെ അവൈലബിൾ ആണ്. ഇങ്ങനെ ക്ലിപ്പ് ഉണ്ടെങ്കിൽ അത് നമ്മൾ വെച്ചിട്ടൊന്ന് ക്ലിപ്പ് ചെയ്ത് വെച്ചാൽ അത് നന്നായിട്ട് സീലായിട്ട് ഇരുന്നോളും കേട്ടോ. ഇനിയിപ്പോൾ പൊട്ടറ്റോ കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു പാൻ വെച്ച് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ ഒരു 2-3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചു. അത് കഴിഞ്ഞ് അതിലേക്ക് ഒരു 2 വറ്റൽമുളക് നെടുകെ മുറിച്ചിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് കുറച്ച് കടലപ്പരിപ്പ്, കുറച്ച് ഉഴുന്ന്, അതുപോലെ തന്നെ കുറച്ച് കാഷ്യൂനട്ട്. അപ്പോൾ ഈ കാഷ്യൂനട്ട് എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് മാത്രം ചേർത്താണ്. നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഉഴുന്നാണെങ്കിലും സ്പ്ലിറ്റഡ് ആയിട്ടുള്ള ഉഴുന്നാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് കളറൊന്ന് ചേഞ്ച് ആയി വരണം. അത് കളർ ചേഞ്ച് ആയി വരുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി കുഞ്ഞായിട്ട് അരിഞ്ഞതും അതുപോലെ 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാറ്റം വരുത്താം. 2 പച്ചമുളക് എടുത്തപ്പോൾ തന്നെ നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ. കാരണം നല്ല എരിവുള്ള പച്ചമുളകായിരുന്നു. അത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഇട്ട് കൊടുക്കുകയാണ്. ഒരു മീഡിയം സൈസിലുള്ള സവോള. അതും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കാരണം നമ്മൾ പൊട്ടറ്റോയിലും ഉപ്പിട്ടിട്ടാണ് വേവിക്കുന്നത്, അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് ഉപ്പിടണം. അപ്പോൾ അത് അവിടെ ഇരുന്നൊന്ന് വഴണ്ട് വരട്ടെ. ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരി കഴുകി റൈസ് കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഞാൻ അരി എപ്പോഴും ചൂടുവെള്ളത്തിലാണ് കഴുകുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് അധികം വെള്ളം ഞാൻ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഉപയോഗിക്കുന്നത് മട്ടേരിയാണ് കേട്ടോ. അങ്ങനെ സവോളയൊക്കെ വഴണ്ട് വന്നപ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ച മണമൊക്കെ മാറി വരുന്നിടം വരെ നമ്മളിതൊന്ന് വഴറ്റി കൊടുക്കണം. അത് നന്നായിട്ട് വഴണ്ട് വരാനായിട്ട് ഒരു 2-3 മിനിറ്റൊക്കെ എടുക്കും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് അവിടെ കിടന്നൊന്ന് വഴണ്ട് വരട്ടെ. അത് വഴണ്ട് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പൊട്ടറ്റോ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിലെ വെള്ളമില്ലാതെ പൊട്ടറ്റോ മാത്രമാട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഈ പൊട്ടറ്റോ വേവിച്ച വെള്ളം നമുക്ക് ആവശ്യമുള്ളതാണ്, അത് കളയേണ്ട, അത് എടുത്ത് വെക്കണം. അങ്ങനെ പൊട്ടറ്റോ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. അതിലെല്ലാ പീസും ഉടച്ചില്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ഉടച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്കൊക്കെ കടിക്കാനായിട്ട് ചെറിയ ചെറിയ പീസ് കിടന്നാലും കുഴപ്പമില്ല. ഇപ്പോൾ ഇതെല്ലാം ഞാൻ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഉടച്ച് നന്നായിട്ട് യോജിച്ച് വന്നു കഴിയുമ്പം ആ പൊട്ടറ്റോ വേവിച്ച വെള്ളത്തിൽ നിന്ന് കുറച്ച് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തൊന്ന് മിക്സ് ചെയ്യാനായിട്ട് പോവാണ്. അത് നന്നായിട്ടൊന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ടാണ് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ.
അപ്പോൾ നിങ്ങൾക്ക് ഏത് കൺസിസ്റ്റൻസി വേണം ഈ ഒരു മസാല എന്നനുസരിച്ചിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് യോജിച്ച് വന്നു കഴിയുമ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിരുന്നു, ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവസാനമായിട്ട് കുറച്ചും കൂടെ വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്, കാരണം ഇതിരിക്കും തോറും തിക്കാകും. അപ്പോൾ ഒരുപാട് തിക്കായിട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻസിയെക്കാട്ടിലും കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് കേട്ടോ നമുക്കിവിടെ താല്പര്യം. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചാൽ മതിയാകും. ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. അങ്ങനെ നമ്മുടെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന പൊട്ടറ്റോ മസാല കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൂരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ അടിപൊളിയാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ തലേന്ന് പൂരിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെങ്കിൽ പിറ്റേ ദിവസം ഇങ്ങനെ മസാല ദോശയായിട്ട് ദോശയ്ക്കകത്ത് വെച്ചിട്ട് നമുക്ക് ഇതേ മസാല നമുക്ക് എടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ മസാല ദോശ കഴിക്കാനായിട്ടാണെങ്കിലും. അപ്പം നിങ്ങൾക്ക് ഒരു ദിവസം തന്നെ ഉണ്ടാക്കിയാൽ പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ മസാലയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇരുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് കേട്ടോ. പിന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനായിട്ടുള്ളത്, നമ്മൾ ഈയിടെ ഒരു പ്രിപ്പറേഷൻ വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ഒരുപാട് നല്ല കമൻറ്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പേരൊക്കെ ചോദിച്ചായിരുന്നു എന്തായാലും ജോലി ഒരുപോലല്ലേ, രാവിലെ ആണെങ്കിലും രാത്രിയാണെങ്കിലും എന്ന്. പക്ഷെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്താണെന്ന് ഞാൻ പറയാം. രാത്രിയാണെങ്കിൽ നമുക്ക് സമയമെടുത്ത് പതുക്കെ ചെയ്ത് തീർത്താൽ മതിയാകും. അതേസമയം എല്ലാം കൂടെ രാവിലെ ചെയ്യാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് സമയവും പോകും. പിന്നെ നമുക്ക് ടെൻഷനും ആകും, സമയത്തിനുള്ളിൽ ചെയ്ത് കഴിയാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഓർത്തിട്ട്. അപ്പോൾ അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടും എന്നെപ്പോലെയുള്ള ഒരുപാട് പേർക്ക് തലേന്ന് ഇങ്ങനെ ചെയ്ത് വെക്കുന്നത് ഒരുപാട് ഉപകാരപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികളുള്ള അമ്മമാർക്കൊക്കെ ആണെങ്കിലും രാവിലെ അവരെ ഇട്ടിട്ട് എഴുന്നേറ്റ് വരിക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ചിലരൊക്കെ ഇങ്ങനെ തലേന്ന് ചെയ്ത് വെച്ചിട്ട് രാത്രി കിടന്നിട്ട് രാവിലെ പതുക്കെ ഓരോ ജോലികൾ തീർക്കുന്നത്. അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഞാൻ നാളത്തേക്കിന് വേണ്ടിയിട്ടുള്ള ബീട്രൂട്ട് തോരന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചോപ്പറിലിട്ടിട്ടാണ് ഞാൻ ബീട്രൂട്ട് തോരൻ അരിയുന്നത്. അതാകുമ്പോൾ എളുപ്പത്തിൽ നമ്മുടെ പണി കഴിയും. ബീട്രൂട്ട് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷം ചെറിയ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാകും. അങ്ങനെ അരിഞ്ഞെടുത്തിട്ട് ഒരു ടിന്നിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാകും. രാവിലെ എളുപ്പമുണ്ട്. പിന്നെ ഇതിന് വന്നപ്പോഴത്തേക്കും ടേബിൾ കവർ മേടിച്ചുകൊണ്ടായിരുന്നു കേട്ടോ വന്നത്. നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്യാനായിട്ട് നോക്കിയപ്പോഴത്തേക്കും ഒന്നും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് വാങ്ങാമെന്നും പറഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്കും ഒരു ടേബിൾ കവറൊക്കെ മേടിച്ചുകൊണ്ടാണ് വന്നത്. അത്യാവശ്യം നല്ല ഒരു ടേബിൾ കവറായിട്ട് തോന്നി. ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ആ കവറൊക്കെ ഒന്ന് ഇട്ട് വെക്കുകയാണ്. അപ്പോൾ അതിനുശേഷം പിന്നെ ദിനവും പാത്തും കൂടി ഇരുന്ന് വീഡിയോ കോൾ ചെയ്യാണ് കേട്ടോ വീട്ടിലേക്ക്. അപ്പോൾ വീട്ടിലേക്ക് വീഡിയോ കോൾ ചെയ്യുമ്പോഴത്തേക്കും പാത്തു ചാടി കാണിക്കുന്ന അവളുടെ പുതിയ കൊലുസാണ്. പഴയ കൊലുസ് പൊട്ടിപ്പോയപ്പോൾ പുതിയ കൊലുസ് വാങ്ങിയതാണ്. അതാണ് ഇങ്ങനെ വീട്ടിൽ വിളിച്ചപ്പോൾ അവൾ കാണിച്ചു കൊടുക്കുകയാണ് നല്ല കൊലുസാന്നൊക്കെ പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പൂരി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പം പൂരി ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മൾ ചെറിയ ഉരുളകളായിട്ടല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചതിന് ശേഷം ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഒത്തിരി ചെറിയ ബോൾസ് അല്ല, എന്നാലും അത്യാവശ്യം ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ തന്നെ മാവിൽ ഡിപ്പ് ചെയ്ത് ഒന്ന് പരത്തിയെടുക്കുകയാണ്. ഇങ്ങനെ പരത്തിയെടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവനായിട്ട് പരത്താനായിട്ട് ശ്രദ്ധിക്കണം. അതിൻ്റെ തിക്നെസ് ഈവൻ ആയിരിക്കണം. ഒരിടത്ത് തിക്നെസ് കുറവും ഒരിടത്ത് കൂടുതലും അങ്ങനെ വരരുത് കേട്ടോ. അങ്ങനെയാകുമ്പോൾ നമുക്ക് പൊള്ളി കിട്ടത്തില്ല. അങ്ങനെ ഞാനതൊന്ന് പരത്തിയെടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പം ഞാൻ ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞുതരാം. ഇങ്ങനത്തെ ഒരു വട്ടത്തിലുള്ളൊരു പാത്രം എടുത്തിട്ട് അത് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കും. ഞാനിങ്ങനെ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പൂരിയും ഒരേ വലുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ടിപ്പ് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ അങ്ങനെ നമ്മൾ പാത്രം വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് ബാക്കി വരുന്ന മാവുണ്ടല്ലോ അത് അവസാനം കുഴച്ചിട്ട് നമുക്ക് വീണ്ടും ഇങ്ങനെ പൂരി ഉണ്ടാക്കി എടുക്കാനായിട്ടും പറ്റും. അതും നമുക്ക് വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ പൂരി എല്ലാം പരത്തിയെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടാകാനായിട്ട് വെച്ചേക്കാണ്. എപ്പോഴും ഒരു കുഴിവുള്ള പാത്രത്തിൽ നമ്മൾ പൂരി ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ ആകുമ്പോഴാണ് പെട്ടെന്ന് പൊള്ളി വരുന്നതും. കുറച്ച് എണ്ണ മതിയാകും. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് എണ്ണ ചൂടാക്കുക. എന്നിട്ട് നമ്മൾ പൂരി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ കുഴയ്ക്കുന്നതും പരത്തുന്നതും എല്ലാം കറക്റ്റായിട്ടാണെങ്കിൽ നമ്മൾ ഒന്ന് പ്രസ് ചെയ്ത് പോലും കൊടുക്കാതെ ഇങ്ങനെ പൂരി നല്ല പൊള്ളിച്ച് വരും. അതല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ബലം പ്രയോഗിക്കാതെ ചെറുതായിട്ട് അങ്ങനെ നമുക്ക് പൂരി ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും പൂരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള എണ്ണയൊന്നും കുടിക്കാത്ത നല്ല പൂരിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ പൂരിയൊക്കെ ഉണ്ടാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് ദിനുവാണെങ്കിൽ കട്ടൻ ചായ ഇടുകയാണ് കേട്ടോ. അപ്പോൾ കട്ടൻ ചായ വേണമെന്നും പറഞ്ഞിട്ട് കട്ടൻ ചായ ഇടുകയാണ്. അങ്ങനെ നമ്മുടെ പൂരിയും പൊട്ടറ്റോ മസാലക്കറിയും റെഡി ആയിട്ടുണ്ട്. കഴിക്കാനായിട്ട് എടുത്ത് ടേബിളിലേക്ക് വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൂരിയും പൊട്ടറ്റോ മസാലയാണ് കേട്ടോ. അപ്പോൾ പാത്തുവാണെങ്കിൽ പ്ലേറ്റൊക്കെ വെച്ച് കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മുടെ ഡിന്നറ്
പൂരിയും പൊട്ടറ്റോ മസാലയാണ്. അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ചുകൊണ്ടാണ് കേട്ടോ നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ പാത്തുവിനോട് അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് ഫോണിൽ കൂടെ. അപ്പം നമ്മൾ കഴിക്കുന്ന കൂടെ അവളിരുന്ന് കഴിക്കുമെങ്കിലും അവളുടെ വയറ് നിറഞ്ഞിട്ടില്ല എന്ന് തോന്നി അവളെ ഇരുത്തി ഞാൻ വീണ്ടും കൊടുക്കാറുണ്ട്. അപ്പോൾ അവൾ വേണമെന്നും പറയും കേട്ടോ വിശക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ അടുക്കളയൊക്കെ ക്ലീനാക്കി പാത്രങ്ങളെല്ലാം കഴുകി വെച്ചതിന് ശേഷം കുടിക്കാനായിട്ട് വെള്ളം എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് 2 പേർക്കും പാത്തുവിനാണെങ്കിലും ഞങ്ങൾക്ക് 2 പേർക്കും ആണെങ്കിലുള്ള വെള്ളം സെപ്പറേറ്റ് എടുത്ത് നമ്മൾ ബെഡിനടുത്ത് കൊണ്ട് വയ്ക്കാറുണ്ട് കേട്ടോ. കാരണം രാത്രിയിൽ ചില ദിവസങ്ങളിൽ പാത്തു ആണെങ്കിലും വെള്ളം ചോദിക്കും, ഞങ്ങളാണെങ്കിലും വെള്ളം കുടിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ അടുക്കളയിലെ പണികളെല്ലാം കഴിഞ്ഞു. സിങ്കൊക്കെ നല്ല ക്ലീനാക്കി കൗണ്ടർ ടോപ്പൊക്കെ തുടച്ച് സ്റ്റൗവൊക്കെ തുടച്ച് നല്ല നീറ്റാക്കിയിട്ടിട്ടുണ്ട്. രാത്രിയിൽ എന്നും നമ്മളിങ്ങനെ കിച്ചൺ നീറ്റാക്കിയിട്ടിട്ട് വേണം കിടക്കാനായിട്ട്. കിച്ചൺ ആണെങ്കിലും ഹോളാണെങ്കിലും എല്ലാം നമ്മളൊന്ന് തൂത്തുവാരി വൃത്തിയാക്കിയിട്ടിട്ട് കിടക്കുകയാണെങ്കിൽ രാവിലെ എണീറ്റ് വരുമ്പോൾ നല്ലൊരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പം ഞാൻ കിച്ചണിലെ പണികളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ദിനവും പാത്തും കൂടെ എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.